നമസ്കാരം സർ. നമസ്കാരം. അപ്പോൾ കുറച്ച് ദിവസം മുൻപ് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നമ്മുടെ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു ഡോക്യുമെന്ററി ഇറക്കുകയുണ്ടായിരുന്നു. 30 മിനിറ്റോളം ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇതേ ടീം തന്നെയാണ് മുഖ്യമന്ത്രിയെ വാഴ്ത്തുപാട്ട് പാടിയതും കട്ടൗട്ട് വെച്ചും വിവാദമുണ്ടായിരുന്നത്. അപ്പൊ ഇതിനു മുൻപ് നമ്മൾ ഈ ഒരു രാഷ്ട്രീയം പരിശോധിച്ചാൽ പല ആളുകളെയും ഇതുപോലെ സ്വയം അല്ലെങ്കിൽ ഇതേപോലെയുള്ള വ്യക്തികളെ പുകഴ്ത്തുന്നതിന് വിവാദങ്ങളാവുകയും പിന്നീട് അവരെ അടിച്ചമർത്തുകയും ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നും ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു കാര്യം വരുമ്പോഴത്തേക്കും പിണറായി സത്തെ പുകഴ്ത്തുന്നത് ഒരു അലങ്കാരമായി കണ്ട് അതിനെ മാത്രം ഇങ്ങനെ വാഴ്ത്തി കൊണ്ടുവരുന്ന രീതിയാണ് ഇപ്പൊ കാണുന്നത്. അത് ഒരാൾക്ക് മാത്രം ഒരു എക്സെപ്ഷൻ കേസാണ്. നോക്കൂ, പണ്ട് CPM എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് എന്നായിരുന്നു. ഇന്ന് CPM കമ്മ്യൂണിസ്റ്റ് ഫോർ പിണറായി ആൻഡ് മക്കൾ എന്നുള്ള അവസ്ഥയിലേക്കായിട്ടുണ്ട്. പിണറായിക്കും മക്കൾക്കും വേണ്ടി കുറച്ച് കമ്മ്യൂണിസ്റ്റുകളുടെ പാർട്ടിയായി പാർട്ടി മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് CPM ഉണ്ടാവുന്നത്? CPI മാത്രമായിരുന്ന പാർട്ടി ഡാംഗെയുടെ കാലത്ത് ഡാംഗെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഡാംഗെ സ്വന്തമായി എന്താണ് പറയുന്നത്, വാഴ്ത്തുപാട്ടുകൾ ഉണ്ടാക്കുന്നു, ഡാംഗെക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാണ് VS അച്യുതാനന്ദൻ അടക്കമുള്ള സഖാക്കളുടെ നേതൃത്വത്തിൽ CPM ഉണ്ടാവുന്നത്. അതായത് ഈ വാഴ്ത്തുപാട്ടിനെതിരായിട്ട് രൂപം കൊണ്ടൊരു പാർട്ടിയാണ് CPM. ആ പാർട്ടിയിലാണ് ഇന്ന് പിണറായി വിജയൻ പിണറായിസം നടപ്പിലാക്കാൻ നോക്കുന്നത്. കമ്മ്യൂണിസം ഇല്ലാതായി പക്ക പിണറായിസം മാത്രം നടപ്പിലാക്കാൻ നോക്കുന്ന ഒരു ഗതിയിലേക്ക് പാർട്ടി എത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ അവസ്ഥയിലേക്ക് വന്നാൽ എന്തായിരുന്നു ഗൗരിയമ്മ ഇവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുണ്ടായ കാര്യം? ഗൗരിയമ്മയെ മാറ്റി നിർത്താനുണ്ടായ കാര്യം? ഗൗരിയമ്മയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടുപോയി സ്വന്തം കുടുംബജീവിതം വരെ തകർത്ത് കളഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടുപോയി മറ്റൊരു പാർട്ടി ഉണ്ടാക്കേണ്ടി വന്ന അവസ്ഥ എന്താണ്? ഗൗരിയമ്മ ഒരു സ്വയംപ്രഭ നേതാവായി മാറുന്നു എന്നിവർ മനസ്സിലാക്കുന്നു. ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാകുന്നു. പാർട്ടിക്ക് മുകളിൽ വളർന്നു വരുന്നത്, വീടിന് മുകളിൽ വളർന്നു വരുന്നത് ചന്ദനമരമാണെങ്കിലും വെട്ടണം എന്നുള്ളതായിരുന്നു ഇവരുടെ പണ്ടുതൊട്ടേ നിലപാട്. അങ്ങനെ വെട്ടിയ ആളാണ് ഈ പറയുന്ന ഡാംഗെ, ഈ പറയുന്ന ഗൗരിയമ്മ, പിന്നീട് അച്യുതാനന്ദൻ. ഹർഷയ്ക്ക് ഓർമ്മയുണ്ടാവും, ഈ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ആലപ്പുഴയിൽ പാർട്ടി സമ്മേളനം നടക്കുന്നു. പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ അന്ന് വളരെ വിശ്വപ്രശസ്തമായ പിണറായി വിജയന്റെ ഒരു പ്രസംഗമുണ്ട്. അതായത് കടലിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് ഈ വെള്ളത്തിന് തിര തല്ലാൻ സാധിക്കുക. ബക്കറ്റിൽ വെള്ളം എടുത്താൽ അതിന് തിര ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ബക്കറ്റിലെ വെള്ളമായ അച്യുതാനന്ദനെ കമ്പയർ ചെയ്യുകയും ഇപ്പൊ ഈ നിലമ്പൂരിൽ മത്സരിക്കുന്ന ആൾ അന്നാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം അച്യുതാനന്ദൻ എന്നൊക്കെ പറയുന്നത്. ഏത് അച്യുതാനന്ദൻ പാർട്ടിക്ക് മുകളിൽ വളർന്നാൽ ആ അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ അങ്ങനെ പാടി നടന്നിരുന്ന സ്വരാജ് അടക്കമുള്ള ഗ്രൂപ്പാണ് പിണറായി ഗ്രൂപ്പ്. ഇന്ന് സ്വരാജിനെ അവരെ അടുപ്പിക്കുന്നില്ല, മരുമകനും അമ്മായച്ചനും കൂടെയുള്ള സംവിധാനമാണ് ഇന്ന്. പക്ഷേ ആലോചിച്ച് നോക്കൂ, പിണറായിക്കപ്പുറത്ത് മറ്റൊരാളെ ചിന്തിക്കാൻ പറ്റാത്ത, പിണറായി പറയുന്നതിനപ്പുറത്ത് തിരുവായിക്ക് എതിർവായി ഇല്ലാത്തൊരു പാർട്ടിയായി പാർട്ടി മാറി. ഇന്ന് കമ്മ്യൂണിസ്റ്റുകളില്ല, ഇന്നുള്ളതെല്ലാം പിണറായിസ്റ്റുകളാണ്. പിണറായിക്ക് വാഴ്ത്തുപാട്ട് പാടുന്ന ആ കുടുംബത്തിന്റെ അടുക്കളയിൽ അംഗീകാരമുള്ളവർക്ക് മാത്രമാണ് മുമ്പോട്ട് വരാൻ പറ്റുന്നത്. ഈ പറയുന്നത് പോലെ നമ്മൾ ഇപ്പൊ ഉള്ള നിലവിലുള്ള നിയമങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ പരിശോധിച്ചാൽ അറിയാം, ഏതൊരു കാര്യം തീരുമാനിക്കുമ്പോഴും പാർട്ടിക്കാരെക്കാൾ കൂടുതൽ പിണറായി